നിറത്തിലുള്ള കൃഷ്ണന്മാരാണ് ഇവിടെ ഉള്ളത്. നീല നിറത്തിലുള്ള കൃഷ്ണനുണ്ട്, മഞ്ഞ നിറത്തിലുള്ള അതായത് സ്വർണ്ണ നിറത്തിലുള്ള കൃഷ്ണനുണ്ട്, അമ്പാടിക്കണ്ണനുണ്ട്, അതുപോലെ തന്നെ രാധാസമേതനായ കൃഷ്ണനുണ്ട്. ഏത് കൃഷ്ണൻ വാങ്ങണമെന്ന് നമുക്ക് കൺഫ്യൂഷൻസ് തോന്നും. പക്ഷെ പ്രത്യേകിച്ച് ഈ വിഷുക്കാലം ആവുമ്പോൾ നമ്മൾ ഇതൊക്കെ വിൽപ്പന നടത്താൻ ഇവിടെ ഇരിക്കുന്നതും മറ്റൊരു കൃഷ്ണനാണ്. കണ്ടോ, അവൻ ഇരിക്കുന്നത് കണ്ടോ? എനിക്ക് അവന്റെ ആ ഒരു ഇരിപ്പ് വളരെ സന്തോഷമായി തോന്നി. ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഇത് കാണുമ്പോൾ എന്നോട് അവൻ എന്ന് പറഞ്ഞതിന് കുറ്റം പറയുമായിരിക്കും. പക്ഷേ എനിക്ക് കുട്ടിയോടൊരു സ്നേഹം തോന്നുന്നത് കൊണ്ടാണ് ഞാൻ അവനെന്ന് വിളിച്ചത്. ഒരു കൃഷ്ണന്റെ ഭാവത്തിൽ തന്നെ കച്ചവടക്കാരെ കാത്ത് വെയിലൊന്നും കൊള്ളാതെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മേടമാസമായാൽ വിഷുക്കാലമായാൽ തിരുവനന്തപുരം നഗരത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ കണ്ണിന് നയനാനന്ദകരമായ ഒരു കാഴ്ചയുണ്ട്. നിരവധി കൃഷ്ണ വിഗ്രഹങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുന്ന കാഴ്ച. പലപ്പോഴും പല അവസരങ്ങളിലും ആറ്റുകാൽ പൊങ്കാലയാവട്ടെ, അതുപോലെ പല അവസരങ്ങളിലും ക്രിസ്തുമസ് ആവട്ടെ, അപ്പോഴൊക്കെ ഇതുപോലെ ഈ വിഗ്രഹ കച്ചവടക്കാർ എത്തും എന്നുണ്ടെങ്കിൽ പോലും മേടമാസത്തിലാണ് അതിന് ചന്തം കൂടുന്നത് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എത്ര നിറത്തിലുള്ള കൃഷ്ണന്മാരാണ് ഇവിടെ ഉള്ളത്. നീല നിറത്തിലുള്ള കൃഷ്ണനുണ്ട്, മഞ്ഞ നിറത്തിലുള്ള അതായത് സ്വർണ്ണ നിറത്തിലുള്ള കൃഷ്ണനുണ്ട്, അമ്പാടിക്കണ്ണനുണ്ട്, അതുപോലെ തന്നെ രാധാസമേതനായ കൃഷ്ണനുണ്ട്. ഏത് കൃഷ്ണൻ വാങ്ങണമെന്ന് നമുക്ക് കൺഫ്യൂഷൻസ് തോന്നും. പക്ഷെ പ്രത്യേകിച്ച് ഈ വിഷുക്കാലം ആവുമ്പോൾ നമ്മൾ എപ്പോഴും കൊണ്ടുപോകുന്നത് ഉണ്ണിക്കണ്ണനെയാണ്. അപ്പൊ ഉണ്ണിക്കണ്ണൻ തന്നെ വിവിധ ഭാവങ്ങളുണ്ട്. ഇതൊക്കെ വിൽപ്പന നടത്താൻ ഇവിടെ ഇരിക്കുന്നതും മറ്റൊരു കൃഷ്ണനാണ്. കണ്ടോ, അവൻ ഇരിക്കുന്നത് കണ്ടോ? എനിക്ക് അവന്റെ ആ ഒരു ഇരിപ്പ് വളരെ സന്തോഷമായി തോന്നി. ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഇത് കാണുമ്പോൾ എന്നോട് അവൻ എന്ന് പറഞ്ഞതിന് കുറ്റം പറയുമായിരിക്കും. പക്ഷേ എനിക്ക് കുട്ടിയോടൊരു സ്നേഹം തോന്നുന്നത് കൊണ്ടാണ് ഞാൻ അവനെന്ന് വിളിച്ചത്. ഒരു കൃഷ്ണന്റെ ഭാവത്തിൽ തന്നെ കച്ചവടക്കാരെ കാത്ത് വെയിലൊന്നും കൊള്ളാതെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഏതായാലും ഇവരുടെ ജീവിതമാണ് കേരളത്തിലെ ഓരോ ഉത്സവകാലവും ഓരോ അവസരങ്ങൾ, ആറ്റുകാൽ പൊങ്കാലയും ഒക്കെ ആണെങ്കിൽ പോലും വളരെ മനോഹരമായ ഇത്തരം വിഗ്രഹങ്ങൾ ഇവരെ എത്തിക്കുന്നതിൽ ഇവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവൂ. കാരണം നമ്മുടെ കണി കാഴ്ചകളിൽ ഈ കൃഷ്ണന്മാർ വളരെ വലിയൊരു പങ്കാണ് നിർവഹിക്കുന്നത്. നീല നിറത്തിലുള്ള കൃഷ്ണനെയൊക്കെ കാണാൻ ഭയങ്കര ചന്തമുണ്ട്. ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കൃഷ്ണൻ ഓടക്കുഴലൊക്കെ ഊതി നിൽക്കുകയാണ്. ഇതിലൊരു വിഗ്രഹം എന്തായാലും ഈ വിഷുക്കാലത്ത് ഈ വഴിക്ക് പോകുന്നവരെല്ലാവരും വീട്ടിൽ എത്ര വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വിഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവരുടെ തന്നെ പല ഗ്രൂപ്പുകൾ പലയിടത്തും ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ പല ഭാഗത്തുണ്ട്, തിരുമല ഭാഗത്ത് കാണുന്നുണ്ട്, അതുപോലെ തന്നെ കരമന ഭാഗത്ത് കാണുന്നുണ്ട്. അങ്ങനെ മനോഹരമായ കൃഷ്ണ വിഗ്രഹങ്ങൾ ഇങ്ങനെ ഒരുക്കി ഈ മേട വിഷു മനോഹരമാക്കാൻ ഇവർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അവനോട് ചോദിക്കാം. നാം രാജേഷ്, ഇതിനെ കുറിച്ച് പറയാമോ? എങ്ങനെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത്? ऐसे कुछ नहीं, ऐसे रोड में लगाने के लिए ऐसे कोई प्रॉब्लम नहीं कहता है. पुलिस वाला भी आता है, कोई कुछ नहीं कहता हमको. ऐसे रेट है थोड़ा बहुत अच्छे तरह से बिक्री होता है. अच्छा, हाँ. इसका सेल हो रही है ज्यादा? सेल होता है, अपन वो थोड़ा अभी विश्व आएगा ना तभी थोड़ा अच्छा सेल होगा. एक पीस के अलावा बहुत सारे पीस हाँ चले जाता है ना. 500 पीस वो है. इसका दाम कितना है? ये बड़ा वाला 650 है. 750. और ये छोटे का? वो 250 का है. 250 का है. एक स्मॉल प्राइस क्या है? स्मॉल है 250, 350 कौन सी रेट है. ये थोड़ा ज्यादा रेट में. वो 250, वो 350 का, 400. आपको मालूम है इस महीने में केरला में विशु है? आपको मालूम है उस उत्सव के बारे में? विशु के बारे में मालूम है? वो पूजा करता है, सब मालूम है मेरे को. इसमें मेरे को इधर 3-4 साल हो गया. इसमें कुछ प्रॉब्लम नहीं है. हम इधर. आपका जिंदगी कैसे चल रहे है? अच्छा है. अच्छा. इसके बाद विशु के बाद आप नेक्स्ट इधर में राजस्थान में जाएगा. फिर वो गणपति की सीजन है तभी वापस आएगा. वो इधर में तमिलनाडु में उधर में डालेगा. उधर में എന്തായാലും രാജേഷ് പറയുന്നത് ഈ ഒരു കച്ചവടം കൊണ്ട്, ഈ ഒരു ബിസിനസ് കൊണ്ട്, ജോലി കൊണ്ട് ജീവിതം നന്നായി പോകുന്നു എന്നാണ്. അവന് കേരളത്തെ കുറിച്ച് അറിയാം, വിഷുവിനെ കുറിച്ച് അറിയാം. ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊക്കെ അറിയുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഹിന്ദി അത്രത്തോളം ഫ്ലുവൻ്റ് അല്ല, എന്നാലും എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനൊപ്പം നമ്മുടെ പൂജാമുറികളെ, നമ്മുടെ ഉത്സവങ്ങളെയൊക്കെ മനോഹരമാക്കുന്ന ഇവരെ നമുക്ക് ഈ അവസരങ്ങളിലൊക്കെ ചേർത്ത് പിടിക്കാം. അവരോട് നമ്മുടെ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കാം. എന്തായാലും ഈ വിഷുക്കാലം എല്ലാവർക്കും ഇതുപോലെ മനോഹരമായ കൃഷ്ണ വിഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടും നിങ്ങളുടെ പൂജാമുറിയും ഒക്കെ അനുഗ്രഹീതമാകട്ടെ. ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങുക. അവൻ പറഞ്ഞതുപോലെ തന്നെ 250 മുതൽ 700 വരെയുള്ള വിഗ്രഹങ്ങൾ ഇവിടെയുണ്ട്, പ്രതിമകൾ ഇവിടെയുണ്ട്. സ്വന്തമാക്കുക.